ഹിന്ദുസ് ബ്ലോഗ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം കേട്ടോ. കാറിലിരുന്നിട്ടൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ കുറേ കാലമായി, കുറേ മാസങ്ങളായി. നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോഴാണ് സാധാരണ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാറ്. ഇപ്പോൾ കുറേ ആയിട്ട് വീട്ടിലത്തെ വീഡിയോസൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കൂടുതൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ്. കുറച്ച് ഓക്കെ ആയിരുന്നില്ല ഞാൻ ഇതുവരെ, തലവേദനയും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ കുളിച്ചപ്പോൾ ചെറിയൊരു ഉഷാറ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോണത് വേറെ എങ്ങനെയല്ല, കുണിക്കനെയും സ്കൂളിൽ നിന്ന് എടുക്കാനാണ് കേട്ടോ. അച്ഛനും അമ്മയും അവിടെ ഭയങ്കര തിരക്കിലാണ്. അല്ലെങ്കിൽ അച്ഛനും അമ്മയാണ് എടുക്കാറ്, ഞങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ പോയി എടുക്കാറുള്ളൂ. ഇന്ന് അച്ഛനും അമ്മയും ഭയങ്കര തിരക്കിലായതുകൊണ്ട് നമ്മൾ എടുക്കാൻ പോവാണ്. വേറെ ഒന്നല്ല, നാളെ നമ്മുടെ മിഞ്ഞാന്ന് എന്തോ അവർ തിരക്കിലായതുകൊണ്ട് നമ്മൾ പോയി. അച്ഛൻ നമ്മുടെ പുതിയ ഷോപ്പിൻ്റെ ഓപ്പണിങ് ആയതുകൊണ്ട് അച്ഛനും അമ്മയും അവിടെ നല്ല തിരക്കിലാണ്. അപ്പോൾ അച്ഛനും അമ്മയും ചെയ്യണതിൻ്റെ ഇടയിൽ നമ്മൾ ശല്യപ്പെടുത്തണ്ടല്ലോ വെച്ചിട്ട് നമുക്ക് പോയി കൊണ്ടുവരാൻ കുണിക്കന്. പിന്നെ ഏട്ടന് പുതിയ ഡ്രസ്സ് എടുക്കണം. എനിക്കുള്ളതൊക്കെ ഞാൻ സാരിക്കുള്ള ബ്ലൗസൊക്കെ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രിബേത്തെ സാരിനെ കൊടുത്തിട്ടുണ്ട്. നാളെ അതൊക്കെ എടുത്തിട്ട് കാണാം. ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു സാരി എടുക്കാൻ പോണത് നാളെ ആയിരിക്കും അല്ലേ. കുറേ നാൾക്ക് ശേഷം എന്നെ സാരിയോ അങ്ങനെ ഡാമണിയോ അങ്ങനെ ഒരുങ്ങി നടക്കലോ ഒന്നും ഉണ്ടായില്ല. അപ്പൊ നാളെ എനിക്ക് ആഗ്രഹമുണ്ട് ഒരുങ്ങി തന്നെ എന്നെ കാണുന്നത് കുറേ നാളായിട്ട്. പക്ഷെ ഈ കണ്ണുമത്തൊക്കെ ഒരു പ്രശ്നമാണ്. അത് അമ്മയും ഏട്ടനും കുറേ പറഞ്ഞതാണ് കാണിക്കാൻ പോകുന്ന. അവസാനം ഞാൻ അനുസരിക്കേണ്ടായിപ്പോൾ ഒരു നിർത്തിയതാണ് കേട്ടോ. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ പോയില്ല. അതാണ് ഉണ്ടായത്. തോറ്റതാണ് അവർ പറഞ്ഞിട്ട്. ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ശരിയാക്കാം. പിന്നെ അത് മാത്രമല്ല, നാളെ നമ്മുടെ കുണിക്കുമോളെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പോൾ അവൾക്കുള്ള ഗിഫ്റ്റ് വാങ്ങണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ഡ്രസ്സ് എടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലും കാര്യങ്ങളാണ്. ഇങ്ങനത്തെ ഒരു വീഡിയോ കുറേ നാളായിട്ട് എടുക്കണമെന്ന് എനിക്കൊരു സന്തോഷമുണ്ട്. ഇനി ഫുള്ള് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ നാളത്തെ കാര്യങ്ങളും നാളത്തെ കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ കുറച്ച് എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഫുള്ള് ഒരുങ്ങിയിട്ടൊന്നുമില്ല. കുളിച്ചാൽ ആ കോലത്തിൽ തന്നെ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇറങ്ങിയതാണ്. എന്ന് വെച്ചാൽ ടൈമായി 3:55 2:55 എത്തേണ്ടതാട്ടോ. അപ്പോൾ 3 മണിയൊക്കെ ആവാറായി. കാരണം ഞാൻ വേഗം കുളിച്ചിറങ്ങിയതാണ്. ഇത്ര നേരം ഭയങ്കര ക്ഷീണമായതുകൊണ്ട് അവിടെ കെടുപ്പായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ എന്തായാലും ഉണ്ണികളെ കൊണ്ടുവരാൻ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ചോദിച്ചതാ. അപ്പോൾ കുളിച്ചപ്പോൾ ഓക്കെ, ഇനി ഫുഡൊക്കെ കഴിക്കണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളാണ്. ഏട്ടൻ വണ്ടി ഓടിക്കാനാട്ടോ സംസാരിക്കാത്തത് അല്ലേ. ബാക്കി നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ സംസാരിക്കില്ലേ. അങ്ങനെ ബാക്കി വിശേഷം. അങ്ങനെ നേരെ കുണിക്കൊരു സ്കൂളിലൊക്കെ എത്തിയിട്ട്. അപ്പം അന്ന് അവർക്ക് കളിയിലൊരു ഫുട്ബോൾ കളിയിലെ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് അവർ ജേഴ്സി ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പം ഏട്ടൻ പോയിട്ട് അവരെ രണ്ടാളെയും കൊടുന്നു. അപ്പം രണ്ടാളും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ വണ്ടിയിൽ കയറുന്നത്. അത് അവരുടെ ഫുട്ബോൾ കളിയിലൊക്കെ കളിപ്പിച്ചുകൊണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് മന്തി കഴിക്കാമെന്ന് വെച്ചിട്ട് പോയതാണ്. അന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ 3 മണിയൊക്കെ ആയപ്പോൾ മന്തി കഴിക്കാമെന്ന് വെച്ച് പോയതാണ്. പിന്നെ നേരെ എൻ്റെ ഡ്രസ്സ് അടിക്കാൻ കൊടുത്തി പോയതാട്ടോ. സാരിയുടെ ബ്ലൗസ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അവിടേക്ക് പോയതാണ്. പിന്നെ ഇതാണ് എൻ്റെ സാരി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ സാരിയാണ്. നമ്മുടെ ക്രിബേത്തെ സാരി തന്നെയാണ്. എൻ്റെ കയ്യിൽ ഇതുവരെ ഇല്ലാത്തൊരു കളർ സാരിയാണ്, ബ്രൗൺ അല്ലേ. നല്ല കോഫി ബ്രൗൺ ആയിരുന്നു. നല്ല സാരി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഓപ്പണിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം. ഞങ്ങൾ ലാസ്റ്റ് ടൈമിലാണ് എത്തിയത് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് കറക്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് എത്തിയത്. പിന്നെ കുണുക്കൻ ഞങ്ങളുടെ വണ്ടിയിലായിരുന്നു. അപ്പോൾ കുണുക്കനും കുണിക്കയും കാർത്തൊക്കെ കൂടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അച്ഛനും അമ്മയൊന്നും സപ്പോർട്ടിന് പിടിക്കണതാണ് കേട്ടോ. അവർക്ക് മാത്രം കത്തിരിക്ക പിടിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ കുണുക്കൻ കാർത്തുമ്മനെ എടുത്ത് ഒക്കത്തൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്തിട്ട് കുണുക്കനും കുണിക്കയും കാർത്തൊക്കെ കൂടി ഒരുമിച്ച് കയറിയിട്ട് ആദ്യം പിള്ളേരോട് തന്നെയാണ് വിളക്ക് കത്തിപ്പിച്ചത്. അപ്പോൾ അമ്മ അച്ഛനൊന്നും സപ്പോർട്ടിന് പിടിച്ചു എന്നുള്ളൂ. അപ്പോൾ കാർത്തുമ്മയ്ക്കൊക്കെ പിടിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ 3 ആളും കൂടി വിളക്കൊക്കെ കത്തിച്ച് പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് വിളക്ക് കത്തിക്കലായിരുന്നു കേട്ടോ. ഞങ്ങൾ കത്തിക്കുന്ന വീഡിയോ ഇതിലുണ്ടാവില്ല. എന്താ വെച്ചാൽ ഞാനാണ് അത്രയും നേരം ഏട്ടന് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ കിട്ടിയിട്ടില്ല. അങ്ങനെ പിന്നെ വലിയച്ഛനോടും എല്ലാവരോടും കത്തിപ്പിച്ചിട്ടുണ്ടായി. വീഡിയോസൊക്കെ കുറവായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആയിട്ട് എടുത്താണ് കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങണത്. അങ്ങനെ കുറേ നാളായിട്ട് ഞാൻ സാരി ഒന്നും എടുത്തിട്ടില്ല. വൃത്തിയില്ലാണ്ട് ഇങ്ങനെ വീട്ടിൽ നടക്കുന്ന രൂപമായിരുന്നു. അപ്പോൾ ഏട്ടനോട് പറഞ്ഞു മനുഷ്യരെ കോലത്തിൽ കണ്ടു കുറേ നാൾക്ക് ശേഷം ഒന്ന് ഒരുങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് വരണ വൈകാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഷോപ്പിൽ തന്നെ പോയിരുന്നു കുറച്ച് നേരം കൂടി. ഓപ്പണിങ് കഴിഞ്ഞല്ലേ, കുറച്ച് നേരം അച്ഛൻ ഇന്നലെ നമ്മുടെ ഓപ്പണിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. നമ്മൾ പിന്നെ ഇന്നലെ പോകാൻ പറ്റിയില്ല, നമ്മുടെ സ്കാനിങ്ങിൻ്റെ പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പോൾ നമ്മളിന്ന് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് സൈബറിലെത്തി കേട്ടോ. കുറച്ച് നേരമൊക്കെ വൈകി. ഞാൻ എനിച്ചൊക്കെ വന്നപ്പോൾ നേരം വൈകി കേട്ടോ.
ഇപ്പൊ സ്കാനിങ്ങിന് വന്നിരിക്കുന്ന വെയിലുകൊണ്ട് ഇറങ്ങാൻ തോന്നുന്നില്ല. സത്യം പറഞ്ഞ മഴക്കാലൊന്നും പറയാൻ പറ്റൂല. കത്തിപ്പോന്ന വെയിലാട്ടാ. കൈമിക്കൊക്കെ ചൂട് ഇങ്ങടെ അടിക്കാണ്. എന്താ അത്ര അടുപ്പിച്ചിട്ടുള്ളത്? അത്രയും ചൂട് കാരണം ഇറങ്ങാൻ തന്നെ പേടിച്ചിട്ടിരിക്കണേ വെയില്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ NT സ്കാനാണ്. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ ഇത്ര നാള് നമ്മള് കാണിച്ചിരുന്ന ഡോക്ടർ എന്നെ സ്കാൻ ചെയ്തിരുന്നത്. ഇത് വേറൊരു ഡോക്ടറാണ്. അപ്പൊ അതിന്റെ ടെൻഷൻ ഉണ്ട്. എനിക്ക് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ ടെൻഷൻ ഉണ്ട്. അപ്പൊ സ്കാൻ ചെയ്യണം. പിന്നെ എന്തായാലും ഉണ്ണീനെ നന്നായിട്ട് കാണാം. ഇനി ഇഞ്ചക്ഷൻ തുടരണോ വേണ്ടേന്നൊക്കെ ഇന്ന് തന്നെ അറിയാം. അപ്പൊ അതൊക്കെ ഉണ്ടാവല്ലേ എന്ന് വെച്ചിട്ടാണ് ഞാൻ പോണത്. ഇനി ഇഞ്ചക്ഷൻ വേണ്ട. എനിക്ക് നല്ല ബുദ്ധിമുട്ടായി തുടങ്ങി കുത്തിയിട്ട്. പിന്നെ ബാക്കിൽ രണ്ടാളും കൂടി ഉണ്ട് കേട്ടാ. അവിടെ കിടന്ന് ഉറങ്ങാണ്. ഇനി എനിപ്പിക്കണം ഈ കുത്തിപ്പൊക്കണെങ്കിൽ. അപ്പൊ സ്കാനിങ്ങിന് പോവാ. ടെൻഷൻ കാരണാട്ടാ ഞാൻ അതൊന്നും സംസാരിക്കാതെ. എന്തായിട്ടൊന്നും മിണ്ടാണ്ടിരിക്കണേ. ഏട്ടനെ കാണാൻ പറ്റൂല. എന്നാലേക്കൊരു കമന്റ് വന്നിട്ടുണ്ടായി സൈമറിൽ അങ്ങനെ വിളിച്ചാൽ കാണിക്കൂല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വിളിച്ചാലും കാണിക്കില്ല. അങ്ങനെ കാണിക്കില്ല എന്ന് പറയുന്നുണ്ടായി. എന്തോ 5ാം മാസത്തിലെന്തോ മെയിലായിട്ട് എന്തോ വീഡിയോ അയച്ചതെന്നാ പറഞ്ഞത്. അപ്പൊ 5ാം മാസത്തില് കാണാം. ഇനി 2 മാസം വെയിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ കണ്ടിട്ട് വരാം എന്തായാലും ഉണ്ണിനെ. എനിക്ക് മാത്രം കാണാൻ പറ്റില്ല. ഫോട്ടോ അയച്ചുതരാം. വേണ്ട, പ്രീതിയോട് ചോദിച്ചോക്കാം. അപ്പൊ നമുക്ക് ഇറങ്ങാം. ഫസ്റ്റ് പോകാൻ പറഞ്ഞത് ഫസ്റ്റ് അല്ലേ? അടി വാങ്ങോ? ഇല്ല ഇല്ല. അങ്ങനെ നമ്മുടെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുണിക്കുമ്പോൾ പറഞ്ഞ് എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുണുക്കിനും കുണിക്കാൻ വേണ്ടി വാങ്ങി കൊടുത്താണ് കേട്ടോ. നമ്മൾ അതിൻ്റെ മുന്നേ പപ്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായി. പിന്നെ പൈനാപ്പിൾ ജ്യൂസ് എനിക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരങ്ങനെ കുടിക്കണമെന്ന് നോക്കിയിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ഇറങ്ങാട്ടോ. അപ്പോൾ കുണിക്കുമ്പോൾക്ക് അവിടെ നിൽക്കുന്ന ഒരു മരത്തിനെ കുറിച്ച് ഭയങ്കര സംശയം. അത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഹോട്ടലിൽ കയറിയപ്പോൾ തന്നെ ഏട്ടന് നല്ല ക്ഷീണമായിട്ടുണ്ട്. നല്ല തലവേദന ഉണ്ട് കേട്ടോ. അതാണ് ഏട്ടൻ്റെ മടിയിൽ കിടക്കണത്. പിന്നെ കുണുക്കനും കുണിക്കും അവിടെ ഇരുന്ന് എന്തൊക്കെയോ തല്ലൂട്ടും പറിച്ചിലും വള്ളം കളയിലൊക്കെ ആയിരുന്നു. ഊതി വെള്ളം എങ്ങനെ കളയുന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് വെള്ളയപ്പം മാത്രമേ കഴിക്കണുള്ളൂ കേട്ടോ. ഇവിടെ ഹോട്ടലിൽ പോയാലും വെള്ളയപ്പമാണ് പറയുന്നത്. എന്താ വെച്ചാൽ ഛർദ്ദിക്കാതെ എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം വെള്ളയപ്പം മാത്രമേക്ക് തോന്നുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കണ അന്നേക്ക് ഞാൻ 3 ദിവസമായി അടുപ്പിച്ച് ഹോട്ടലിൽ പോകുമ്പോൾ വെള്ളയപ്പം കഴിക്കണം. എനിക്ക് വേറെ ഒന്നും അങ്ങനെ ഹോട്ടൽ ഫുഡ് പറ്റുന്നുണ്ടായില്ല. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഏട്ടനും അന്നൊരു സുഖമില്ലാത്തതിന് വെള്ളയപ്പം തന്നെ പറഞ്ഞു. പിന്നെ കുണക്കിക്ക് നൂഡിൽസാണ് പറഞ്ഞത്. പക്ഷെ അന്നും അവർ വല്ലാണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ സ്കാനിങ് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ എവിടെ വരെ എടുത്തു? ഹോട്ടലിൽ അല്ലേ? പിന്നെ സ്കാനിങ്ങിൻ്റെ ഹോസ്പിറ്റലിൽ പോകണം. അന്ന് പിന്നെ അവിടെ നിന്ന് സംസാരിച്ചിട്ടൊന്നും അങ്ങനെ വീഡിയോ എടുക്കില്ല. വേറെ ഒന്നല്ല, എനിക്ക് എപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു. ആയിരിക്കുന്ന ആളാണ്. അന്നാണെങ്കിൽ എനിക്ക് ഒരു ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ കിടന്ന് വിറയ്ക്കായിരുന്നു. ഏട്ടൻ സ്കാനിങ് കഴിഞ്ഞ് വരുമ്പോൾ എന്താ കുഞ്ഞിന് പറ്റിയെന്ന് വിചാരിച്ചിട്ട് അത്രയും വിറയൽ പോലെ ഒന്ന് ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ശരീരം വിറയ്ക്കും. നല്ല രീതിയിൽ. അല്ല, ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇന്നേരം അങ്ങനെ ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് ഉണ്ടായിട്ടുണ്ട് മുന്നേ വെച്ചിട്ടില്ല. അന്ന് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ട് എന്താണ് തുള്ളൽ പനി പിടിച്ചാൽ അത് ഞാൻ സ്കാൻ ചെയ്യാൻ പോയിട്ട് പിന്നെ ഇവര് താഴത്ത് പോയിരുന്നു. ഒരു ടൈം പിടിക്കുന്ന വെച്ചിട്ട്. അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്കും പോകേണ്ട വന്നപ്പോ ഒക്കെ കൂടി അരമണിക്കൂർ 10 മിനിറ്റ് ആളെത്തിവിടെ. എനിക്ക് 10 മിനിറ്റ് ഉണ്ടായുള്ളൂടാ. അതെന്താ വെച്ചാൽ എനിക്ക് എന്തോ സ്കാൻ ചെയ്തപ്പോ കാണിച്ചു തന്നില്ല. എനിക്കത് ഭയങ്കര വിഷമമായി. ഞാനാണെങ്കിലും ഈ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ ഞാൻ പറയണ്ടെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ട് വരെ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് കാണിച്ചു തന്നില്ല. പിന്നെ ഫോട്ടോയിലല്ലേ നമ്മൾ കാണുള്ളൂ. പക്ഷെ അതിലും ക്ലിയർ ആയിട്ട് നമുക്ക് ആ സ്കാൻ ചെയ്യുമ്പോൾ അവരുടെ ഇതിൽ കാണിച്ചു തരുമ്പോൾ, സിസ്റ്റത്തിൽ കാണിച്ചു തരുമ്പോൾ ഒന്നും കൂടി വ്യക്തത ഉണ്ടാവും. അപ്പോൾ ഇതിലാകുമ്പോൾ അധികം അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു വിഷമം ഉണ്ടായി. ആ വിഷമം കൂടിയപ്പോൾ എനിക്ക് ടെൻഷൻ കൂടിയത്. അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ വേറെ ഡോക്ടറായിരുന്നു. നമ്മള് സാധാരണ എൻ്റെ ഡോക്ടറാണ് സ്കാൻ ചെയ്യാറ്. ഈ വശം തൊട്ടിട്ട് അവിടെ നിന്ന് മാറിയിട്ട് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ സ്കാനിങ്. അപ്പോൾ
അവിടെ വേറെ ഡോക്ടർ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് എന്താണാവോ കാണിച്ചു തന്നില്ല, ഇനി തിരക്കുകൊണ്ടാണോ എന്താണെന്നറിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, ഇനി എന്തെങ്കിലും ഉണ്ണിക്ക് പ്രശ്നം ഉണ്ടാവുമോ, നമ്മളോടൊന്നും കാണിച്ചു തന്നില്ല. പിന്നെ അവർ സംസാരിക്കുന്നത് നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല, ഡോക്ടർമാരുടെ ഭാഷയിൽ ചിലത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പം ഞാൻ പേടിച്ചു, ഉണ്ണിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, കാണിച്ചു തരിക അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഹാർട്ട് ബീറ്റ് ഞാൻ പിന്നെ അവരടിക്കണ നേരത്ത് കേട്ടു, അല്ലാണ്ട് കേട്ടോ എന്നൊന്നും ചോദിച്ചില്ല. അപ്പം അതിൻ്റെത് ടെൻഷനിലാട്ടെ ഞാൻ ഒന്ന് വിറച്ച് വന്നത്. എന്നാലും കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഇത്ര നാളെന്ന് വെച്ചാൽ സ്കാൻ ചെയ്യുമ്പോൾ അതുല്യ മാം ആയതുകൊണ്ട് എനിക്ക് ഓരോന്നും ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഡോക്ടറെ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഫുള്ളും ഞാൻ കേട്ടിട്ടാണ് വരുന്നത്. പിന്നെ ഇവർക്ക് മാത്രം അറിയാണ്ടാവുള്ളൂ. ഈ വെച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയാണ്ടാവും വന്നത്. അപ്പം എനിക്ക് ആകെ ടെൻഷന്. ഇനി പോകുമ്പോൾ എന്തായാലും പറയണം, കാണിക്കണം. എന്താ വെച്ചാൽ നമ്മളത് പ്രതീക്ഷിച്ചിട്ടാണല്ലോ പോകണം. അപ്പോൾ കാണാണ്ടാകുമ്പോൾ ഒരു ഭയങ്കര ടെൻഷനായിട്ടാ. പക്ഷെ ഉണ്ണിക്ക് കുഴപ്പമൊന്നുമില്ല, ഉണ്ണി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ നല്ല ക്ഷീണിച്ചു, എന്നാലും ഉണ്ണി എന്താണോ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട്. അല്ല, ആൾക്കുള്ള വളർച്ചയുണ്ട്, മാസത്തിനുള്ള വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞു നട്ടലും തലയൊക്കെ വന്നു കേട്ടു. ഈ വശത്തെ സ്കാനിങ് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ടായിരുന്നല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ സന്തോഷമുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ കേട്ടു. എല്ലാം കൊണ്ടും ഓക്കെയാണ്. സ്കാനിങ്ങിൽ ഈ വശം പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിനി 2 മാസം കഴിഞ്ഞിട്ട് ചെക്കിങ്ങും കാര്യങ്ങളുള്ളൂ കേട്ടോ. അപ്പം അതൊന്നും ടെൻഷനുണ്ടായില്ല. അത് നമ്മൾ അതുല്യ മാമിനെ കണ്ടപ്പോൾ അതുല്യ മാം ഒക്കെ കറക്റ്റായി പറഞ്ഞു തന്നു. പിന്നെ കുഞ്ഞിതൊക്കെ കാണിച്ചു തന്നു, കുഞ്ഞു കാണിച്ചു തന്നു സ്കാനിങ് റിപ്പോർട്ടിലുള്ളത് അല്ലേ, ഓരോരോ പാർട്സുകളായിട്ട് കാണിച്ചു തന്നു. അങ്ങനെയൊക്കെ കാണിച്ചു തന്നപ്പോൾ നല്ല ഹാപ്പി ആയിട്ട്. അപ്പോൾ പിന്നെ ഈ വശം എന്താ ഡബിൾ മാർക്ക് ടെസ്റ്റ് അല്ലേ, ഡബിൾ മാർക്ക് ടെസ്റ്റ് ഉണ്ടായി, ബ്ലഡ് ടെസ്റ്റ്. അത് ചെയ്തു. നല്ല വേദനയായിരുന്നു എനിക്ക്. അതല്ല, എനിക്ക് വേദന കൂടാൻ കാരണം എനിക്ക് ഞരമ്പ് കിട്ടില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ പൊന്തിക്കണ ഒരു ഞരമ്പുമേ കുത്തി അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ എന്തോ ആള് കുത്തിയോണ്ടാന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ കളറൊന്നും വന്നില്ല. സാധാരണ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നല്ല കളറൊക്കെ വന്ന് അവിടെ കങ്ങി എടുക്കണതാ. ഞാൻ വിചാരിച്ചു, ആളും പറഞ്ഞു ചിലപ്പോൾ കങ്ങി എടുക്കൂട്ടാ, ഞരമ്പ് അധികം കിട്ടാത്തതുകൊണ്ട് എന്നാണ്. പക്ഷെ എന്തോ വന്നില്ല. പക്ഷെ നല്ല വേദന ഉണ്ടായി. പിന്നെ തൊട്ട് ഇഞ്ചക്ഷൻ അടിച്ചത്, പിന്നെ ടി ടിയിൽ ഒരു ഇഞ്ചക്ഷൻ അടിച്ചു. അത് ഇവിടെ അതിപ്പോഴും അറിയുന്നുണ്ട്, കൈ അനക്കാൻ പറ്റുന്നില്ല. അത് നമ്മൾ 5-ാം മാസത്തിലോ 3-ാം മാസത്തിലൊക്കെ എന്തോ ഡോസായിട്ട് എടുക്കണമെന്ന് തോന്നുന്നു. 2 ഡോസൊക്കെ ഉണ്ടെന്ന് അപ്പോൾ തോന്നണം അമ്മ പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും കുത്തു കിട്ടണം, അപ്പം ഇന്ന് ഇട്ടോന്ന് പറഞ്ഞു കേട്ടാ. പിന്നെ ഇനി നമുക്ക് 5-ാം മാസത്തിലല്ലേ സ്കാനിങ് ഉള്ളൂ. പിന്നെ ആദ്യം കാര്യം പറയാൻ മറന്നു, നമ്മളോട് വീക്കിലി ഞാൻ ഇഞ്ചക്ഷൻ എടുത്തായിരുന്നല്ലോ അന്ന് ബ്ലീഡിങ്ങിൻ്റെ ഒരു ഇത് കണ്ടുകൊണ്ട്. അത് എന്നോട് നിർത്തിക്കോളം പറഞ്ഞു. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, ഇന്ന് നല്ല സമാധാനം ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ എല്ലാം ചൊവ്വാഴ്ചയും രാത്രി പോയിട്ട് കുത്തും. എനിക്ക് വലിയ സുഖമുള്ള കാര്യമല്ല ചൊവ്വാഴ്ചകൾ പോയി കുത്തണ കാര്യം. ആ കുത്തലാണെങ്കിൽ വേദന കൂടുതലായതുകൊണ്ട് എനിക്ക് അന്നത്തെ ദിവസം തന്നെ എനിക്കൊരു ഉഷാറുണ്ടാവില്ല, ടെൻഷൻസും കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇപ്പം അത് നിർത്തിയോണ്ട് നല്ല സമാധാനമുണ്ട്. ഡോക്ടർ പറഞ്ഞു അത് എടുക്കണ്ട, അഞ്ഞ് നമുക്ക് ദൈവം സഹായിച്ച് ഇപ്പം ഒന്നും പോകണ്ട ഡോക്ടറുടെ അടുത്തേക്ക്. അത്യാവശ്യം മെഡിസിൻസ് ഒക്കെ തന്നിട്ടുണ്ട്, കുറേ മരുന്ന് തന്നിട്ടുണ്ട്. 2 മാസത്തിലുള്ള മരുന്നാണ് കേട്ടോ. രാവിലെ 2 വെച്ചിട്ട് രാത്രി 2 വെച്ചിട്ടുള്ള 2 തരം മെഡിസിൻസ് ഉണ്ട്. മൊത്തം 4 തരം മെഡിസിൻ ഉണ്ട്. അപ്പോൾ അത് 2 മാസത്തേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അതങ്ങനെ കുറേ ഉണ്ട്. പക്ഷെ എല്ലാം കൊണ്ടും ഓക്കെയാന്ന് പറഞ്ഞപ്പോൾ സമാധാനം. പിന്നെ കുണുക്കനും കുണിക്കും ഒക്കെ ഈ വശം ഫോട്ടോ കാണിച്ചത്. ഞാൻ ഡോക്ടറുടെ റൂമിൽ നിന്ന് ഇറങ്ങണ വശം എനിക്ക് കാണിച്ചു തരും ഉണ്ണീന്ന് കുണിക്ക് ചോദിക്കണേ. പിന്നെ ഇങ്ങനെയല്ലേ കാണുള്ളൂ, അവർക്ക് വ്യക്തത ഇല്ലല്ലോ. അവള് പറയണേ എനിക്ക് തൊടാൻ തോന്നുന്നുണ്ട് ഉണ്ണീന്ന് എന്നൊക്കെ പറയണേട്ടാ. അവർ ട്യൂഷന് പോയിക്കാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും പറയണ്ടായോ? പിന്നെ സ്കാനിങ്ങിൻ്റെ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് ആശാന് ഉഷാറുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ടിട്ട് ഇപ്പൊ സത്യം പറഞ്ഞ സ്കാനിങ് കഴിഞ്ഞിട്ട് 4 ദിവസം മേലായി, 3 ദിവസം അല്ലേ, 3 ദിവസമായി സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കാനുള്ള ഉഷാറ് എനിക്ക് എൻ്റെ കൂടുതൽ ആൾക്ക് പോയിണ്ടായി. കുറേ നാൾക്ക് ശേഷം നല്ലൊരു പനി കിട്ടി. കുറേ നാളെ ഇങ്ങനെ പനിയൊക്കെ വന്നിട്ട് കേട്ടാ. അപ്പൊ പക്ഷെ ഇപ്പൊ വന്നത് എന്തായാലും അടിപൊളിയല്ലേ, നല്ല പനി കിട്ടിയത്. അതുകൊണ്ട് ഇപ്പൊ പനി കുറവുണ്ട്. പിന്നെ ഈ പനി അധികം പകരില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എല്ലാം എന്നോട് പറയാൻ അടുത്തിരിക്കണ്ട. ഞാൻ അധികം പിന്നെ അടുത്ത് പോവാറില്ല കേട്ടാ. തൊണ്ട പഴുത്തേന്റെ പനിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടാ. പിന്നെ ആ പനി ഇപ്പൊ വിട്ടു, പനിയൊന്നുമില്ല. പനി ഇന്നലെ ഉണ്ടായി. ഭയങ്കര ഈസിയായി
ഇപ്പൊ ചെറിയ നെറ്റി ചൂട് അവിടെ ഭയങ്കര AC ആണ് അതിൻ്റെ ഉള്ളില്. പിന്നെ തലവേർത്തു, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, വെയില്. ഞാൻ അപ്പൊ തന്നെ AC ഇറങ്ങി. ആ ടൈം നല്ല വെയിലായിരുന്നു. അപ്പൊ തന്നെ വെയിലത്തുനിന്ന് നേരെ AC-ലേക്ക്. അങ്ങനെ അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഭയങ്കര വെയിലും, പിന്നെ നമ്മൾ കയറിയത് ഭയങ്കര തണുപ്പായിരുന്നു സൈമറിൽ. അപ്പൊ ആ തണുപ്പത്തും കൂടി കയറിയപ്പോ രണ്ടും കൂടി ആയി ഏട്ടന് പറ്റാണ്ടായി. പക്ഷെ എനിക്കൊന്നും വേറെ പ്രശ്നം വന്നില്ല, ഏട്ടന് വയ്യാണ്ടായിട്ടാ. നമ്മൾ പ്രതീക്ഷിച്ചില്ല, എന്താ വെച്ചാൽ വേറെ തണുത്തതൊന്നും കഴിക്കില്ല. ഏട്ടനൊന്നും അത് തൊണ്ടയ്ക്ക് വേദന ഉള്ള ആളായതുകൊണ്ട് തണുത്തത് ഒരു സാധനം കഴിക്കില്ല. എവിടെയെങ്കിലും പോയി ഐസ്ക്രീം പോലും കഴിക്കില്ല. ഞാൻ മാത്രം വാങ്ങി കഴിക്കാം. ഞാൻ എൻ്റെ 2 വായി കൊടുക്കും എൻ്റെ ഒരു സമാധാനത്തിന്. എന്നാലും പറയും 2 വായി മതി, എനിക്ക് ഇനി തൊണ്ട വേദനിക്കുന്നു. അങ്ങനത്തെ ഒരാളാ. തലേദിവസം ഒന്നും ഐസ്ക്രീം കഴിച്ചിട്ടില്ല. പക്ഷെ എന്തോ വരാളത് വരുമല്ലോ. അത് ക്ലൈമറ്റ് ചേഞ്ചിനായിരിക്കും. വെയില് മഴ, വെയില് മഴ. ചില നേരത്ത് തോന്നും ചൂടുകാലാണോ മാതിരി വെയില്, ചില നേരത്ത് തോന്നും മഴക്കാലാണോ. ഇപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും തീരെ മഴ ഉണ്ടായില്ല, വെയിലായിരുന്നു. ഇപ്പൊ മഴ പെയ്തു. അതിന്റെ ആയിരിക്കും. കഴിഞ്ഞ വീഡിയോ കുറെ കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടെൻഷൻ അടിക്കണ്ട, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. നെഗറ്റീവ് കമന്റുകൾ വായിക്കണ്ട, നെഗറ്റീവ് അത് ഇത് വിട്ടോളാം. അല്ല, ഞാൻ ഇപ്പൊ നെഗറ്റീവ് കമന്റ് ഒന്നും വായിക്കാറില്ല. എന്താ വെച്ചാൽ ശ്രദ്ധിക്കാറില്ല. എന്താ നമ്മൾ ശ്രദ്ധിച്ച് ടെൻഷൻ അടിച്ചിട്ട് നമ്മുടെ ഉണ്ണിക്ക് ദോഷം വരുത്തരുത്. ഞാനിപ്പോൾ മാക്സിമം എന്ത് ടെൻഷനുള്ള കാര്യങ്ങൾ ഞാനായിട്ട് അങ്ങനെ ഏറ്റെടുക്കാറില്ല. ഒരു ടൈമിൽ ഓവർ തിങ്കിങ്ങിൻ്റെ ആളായിരുന്നു, നല്ല ടെൻഷൻ അടിക്കുന്ന ആളായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ ചെയ്കൂടെ വരുന്ന സ്വഭാവം പഠിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിക്ക് ബാധിക്കും. ഇപ്പം എനിക്ക് ബാധിക്കണ പോലെയല്ല, ഉണ്ണിക്ക് ബാധിക്കും. അപ്പോൾ അത് വേണ്ട വെച്ചിട്ട് ഞാനത് മാറി. ഇത് ഞങ്ങൾ ഇടയ്ക്കിടുന്ന സൗണ്ടാണ് അല്ല ചമ്മ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ. ചമ്മ ഉണ്ട് കുറച്ച്. പക്ഷെ മരുന്നുകളുണ്ട്, അതൊക്കെ കഴിക്കേണ്ട. ആന്റിബയോട്ടിക് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് മാറിയില്ലെങ്കിൽ ഇഞ്ചക്ഷനും വേവും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മൾ നല്ലോണം ആൾക്കാർ സംസാരിക്കണം, അതുപോലെ സംസാരിക്കാറുള്ളൂ. നെഗറ്റീവ് ഇട്ടോണ്ട് അതനുസരിച്ച് സംസാരിച്ചു. അല്ല, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എങ്ങനെ വേണമെങ്കിൽ കമന്റ് ഇട്ടില്ല എന്നല്ല. നമ്മുടെ ഉണ്ണിയിലേക്ക് ഓരോ അസുഖം കാര്യങ്ങളെന്ന് പറഞ്ഞിടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരും. നമ്മുടെ ഭർത്താവിനെയോ മക്കളിനെയോ ഒക്കെ പറയുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും ദേഷ്യം വരില്ല. അതേപോലെ ഇനി ഉണ്ടാവുമ്പോൾ ഉണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞാട്ടാ. അത് ഞാൻ 2-3 മാസം ക്ഷമിച്ച് എന്തെങ്കിലും അടുപ്പോട്ടെ എന്ന് വെച്ചിട്ട് പറയാണ്ടിരുന്നത്. പിന്നെ എനിക്ക് ആ കമന്റ് ഞാൻ മനസ്സിന്ന് വിടണമെങ്കിൽ പറയണം എനിക്ക് തോന്നി. അത് പറഞ്ഞോടുകൂടി എന്റെ മനസ്സ് ക്ലിയർ ആയി. അങ്ങനെ നെഗറ്റീവ് വരുന്നവരുണ്ട്. ഞാൻ പറഞ്ഞത് പുണ്ണിനെ കുറിച്ച് ഇട്ടോണ്ട് പറഞ്ഞതാണ്. നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ പറയുന്നത് ഇതിന്റെ ഇടയിൽ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞവരോട് ഞാൻ പറഞ്ഞതാ. ചിലപ്പോ നേരത്തെ നമുക്ക് ദേഷ്യമൊക്കെ വരും, മനുഷ്യരല്ലേ. അല്ലെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാൻ പറ്റൂല. അങ്ങനത്തെ കമന്റ് ഒക്കെ കാണുമ്പോ ആർക്കായാലും പറഞ്ഞു പോട്ടാ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു പോയതാണ്. അതില് ഞാനും അത്ര ഓവറായിട്ട് ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല. അത് അല്ലേ തെറ്റില്ല നമ്മുടെ ഉണ്ണിനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞു. അപ്പൊ അങ്ങനെയായിരുന്നു കാര്യങ്ങള് അല്ലേ. പിന്നെ ഞങ്ങള് ഇങ്ങനെ ഓപ്പണിങ്ങിന്റെ വീഡിയോ ഇതിലുണ്ടാകും, കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അന്നും എനിക്കങ്ങനെ നമ്മള് തിരക്ക് പിടിച്ച് പോകുമ്പോഴും പ്രഗ്നന്റും കൂടി ആയതുകൊണ്ട് അതിൻ്റെതായ ടൈമും കാര്യങ്ങളൊക്കെ ഒരുങ്ങാൻ വേണ്ടതുകൊണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ നല്ല രീതിയിൽ നമ്മുടെ കടയൊക്കെ തുടങ്ങി. കൃപ ഞാൻ അതിലെടുത്തുന്ന സാരി നമ്മുടെ കൃപയത്തെ സാരി കേട്ടോ, ബ്രൗൺ സാരി. ഇവിടെ ഇൻസ്റ്റ പേജ് ഉണ്ട് കൃപയുടെ. അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ കയറി ഓർഡർ ചെയ്യുക. നല്ല നല്ല സാരികളും ചുരിദാറുകളൊക്കെ ഉണ്ട് അമ്മരയില്. അപ്പോൾ കടയുടെ ഓപ്പണിംഗ് ഒക്കെ നല്ല ഭംഗിപൂർവ്വം നടന്നു. കുണിക്കുമ്പോഴുള്ള ബർത്ത്ഡേയും ചെറിയ രീതിയിൽ അന്ന് ആഘോഷിച്ചു. ഇനി 4-ന്റെ അന്ന് പറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ ആഘോഷിക്കുക. അതുകൊണ്ട് നമ്മൾ ഗിഫ്റ്റ് ഒന്നും വാങ്ങി കൊടുത്തിട്ടില്ല. നമുക്ക് അന്ന് രാത്രി നമ്മൾ നടത്താന്ന് വെച്ചിട്ട് അന്ന് ടൈം ഒന്നും കിട്ടിയില്ല. അന്ന് കുറേ തിരക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മൾ 4-ന്റെ അന്ന് കുണിക്കുമ്പോൾക്ക് എന്തായാലും സ്കൂളിൽ പോകുമ്പോൾ മിഠായി കൊടുക്കണല്ലോ. അപ്പൊ അന്ന് തന്നെ ഗിഫ്റ്റും വാങ്ങി കൊടുക്കാന്ന് വെച്ചിട്ട് ഇരിക്കണത് കേട്ടാ. പിന്നെ കുളിക്കുമ്പോളോട് പറഞ്ഞ പിന്നെ മനസ്സിലാവണ ആളാട്ടാ. 4-ന്റെ അന്ന് ആഘോഷിക്കാന്ന് പറയുമ്പോൾ മൂപ്പരത് കേട്ടിരിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ള. എനിക്ക് കുറച്ചേരം കിടക്കണം. ഇന്ന് ഞാൻ കുഞ്ഞൊരു ഡയമ ലൈഫ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ഡയമ ലൈഫ് ആയിരിക്കും. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നത്, പ്രഗ്നന്റ് ആയ ആ സമയം തൊട്ട് വിചാരിക്കുന്നു ഡയമ ലൈഫ് എടുക്കണം. പക്ഷെ ഇങ്ങനെ നേരിച്ചിരിക്കാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ എടുത്തേനെ. അപ്പൊ ഞങ്ങളിപ്പോ ചെറുതായിട്ട് കടയിലേക്കൊക്കെ പോയി വന്നിരിക്കാൻ സമയമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളത്. ഞാൻ എന്തേലും പറയാണ്ടേട്ടനെ? അല്ല, ഉഷാറില്ല, അതുകൊണ്ടാണ് പറയാണ്ടിരിക്കണം, മിണ്ടാണ്ടിരിക്കുന്നത്. ഇതൊന്ന് കഴിഞ്ഞു പോയി കിടന്നാ മതി.
മീൻ മറ്റേ അരിഞ്ഞ് വെച്ചിട്ട് മസാല തേക്കൂലേ, ഞാൻ ഒറ്റയ്ക്ക് എടുക്കാന്ന് പറഞ്ഞതാ. പിന്നെ ഏട്ടന് വല്ല വീഡിയോയിൽ ഇരുന്നില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാവണ്ട വെച്ചിട്ട് ഏട്ടൻ വന്ന് ഇരുന്നാട്ട് അല്ലേ. ഒറ്റയ്ക്ക് എടുക്കാന്ന് പറഞ്ഞപ്പോ വയ്യ, കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ അല്ലേ. ഇപ്പൊ ഏട്ടനെ നോക്ക ആരൊക്കെയാ കുടിക്കുമ്പോളാണ് വായില് വരെ മരുന്നിട്ട് കൊടുക്കുക, എനിക്കുണ്ട അല്ലേ. അപ്പൊ അങ്ങനെ അല്ല, വയ്യാണ്ടായി കഴിഞ്ഞ കുണിക്ക് പെട്ടെന്ന് നന്നായി ശ്രദ്ധിക്കില്ല. അത് പെൺകുട്ടികളുടെ ഒരു പ്രത്യേകതയാണ്. ശ്രദ്ധ കൂടുതല. കുണിക്കിന് കളിക്കാൻ കിട്ടണം അറിയണേ. കുണിക്ക് വയ്യാണ്ടായി ശ്രദ്ധിക്കും. അങ്ങനെ പെൺകുട്ടികളെ വേണമല്ലോ വീട്ടില്, അത് വേണം ഇങ്ങനത്തെ ശ്രദ്ധിക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് ജയിച്ചു പോകണം വയ്യ ഇരുന്നപ്പോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടാ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അടുത്ത വീഡിയോ എന്തായാലും നാളെ മറ്റന്നൊക്കെ ആയിട്ട് വരും. നാളെ തന്നെ വരൂലേ ഇല്ലേ. ഇനി വീഡിയോ ഇടാൻ അങ്ങനെ ലൈറ്റ് ആക്കില്ല എന്ന് വിചാരിക്കുന്നു. കുറച്ച് ആരോഗ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടാ. ബൈ.